വാസുദേവന്റെ ബൈസ്റ്റാൻഡറോടെ ഞാനിവിടെ ഉണ്ട് സിസ്റ്ററെ. ഒന്ന് ബാത്റൂം വരെ പോയതാ. ഫാർമസിയിൽ 2 ഇഞ്ചക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബില്ല് വേഗം അടച്ചിട്ട് വരും. ഇന്നലെ രാത്രി 2 ഇഞ്ചക്ഷൻ എടുത്തില്ലായിരുന്നോ? അല്ല ഇതിപ്പോ എന്തിന്റെയാ? ആഹാ, എന്തായതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? അല്ല നിങ്ങളുടെ ഡോക്ടറോ നേഴ്സ് വല്ലാണോ? അയ്യോ അല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളു. ഇവിടെ ഒരു കാര്യമില്ലാണ്ട് ഇഞ്ചക്ഷന്റെ ബില്ല് അടയ്ക്കാൻ പറയില്ല. പിന്നെ നിങ്ങളുടെ പൈസ ആട്ടാ ഇരിക്കുകയല്ല ഇവിടെ ആരും. അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഞാൻ വെറുതെ ഓരോരോ ചോദ്യങ്ങളേ. സിസ്റ്റർ, ചേട്ടനെ എനിക്കൊന്ന് കയറി കാണാൻ പറ്റുമോ? ഇന്ന് രാവിലെ കാണിക്കാന്ന് ഇന്നലെ പറഞ്ഞത്, പക്ഷെ പറ്റിയില്ല. അല്ല നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ പറയുമ്പോൾ കൂടെ കാണിക്കാതിരിക്കണെന്നാ? നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതാണ് ഞങ്ങളുടെ പണി. കൊള്ളാലോ. ഞങ്ങൾ പറയും ആ സമയത്ത് കയറി കണ്ടാ മതി. മര്യാദയ്ക്ക് വേഗം പോയിട്ട് ഇഞ്ചക്ഷന്റെ ബില്ലടയ്ക്കാൻ നോക്ക്. അമ്മേ അമ്മേ അമ്മ ഇങ്ങനെ കിടന്ന് പേടിക്കല്ലേ, ഇത് ഞാൻ തന്നെയാ. ഞാനൊന്ന് ഉറങ്ങിപ്പോയടാ. ഇന്നലെ അച്ഛന് 2 ഇഞ്ചക്ഷൻ വേണമെന്നൊക്കെ പറഞ്ഞ് എന്നെ ഫാർമസിക്ക് ഒട്ടിക്കല്, പിന്നെ അതിൻ്റെ ബില്ല് കൊടുക്കല്, എന്താണ്ടൊക്കെ ആയിരുന്നു. ഇന്നലെ നഴ്സുമാർക്ക് ഭ്രാന്തായിരുന്നു രാത്രി. അമ്മ എന്താ എന്നിട്ട് വിളിക്കാന്? അച്ഛന് കൂടുതലായിരുന്നോ? എടാ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ട് എന്തോ ഷുഗർ അങ്ങ് കൂടി, അത്രയേ ഉള്ളൂ. പക്ഷേ അതിനാണ് അവർ ഇഞ്ചക്ഷൻ വെക്കണം എന്ന് പറയും. പക്ഷേ ഇവർ ആദ്യം ഇഞ്ചക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനും അങ്ങ് പേടിച്ചു പോയി, വല്ലാണ്ട് പേടിച്ചു പോയി ഞാൻ. പിന്നെ ഇന്നലെ തൊട്ട് ഈ ICUവിൽ ഒരു നേഴ്സ് വന്നിട്ടുണ്ട്, പുതിയത്. ഒരു മെനകെട്ട സാധനം. ഒരു കാര്യം അങ്ങോട്ട് ചോദിച്ചാൽ മുഖവും കയറ്റി പിടിച്ചോണ്ട് അങ്ങോട്ട് നിൽക്കുക. ഒന്നും അങ്ങ് വിട്ട് പറയത്തുമില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യപ്പെട്ട് ഇങ്ങനെ ചാടി കളിക്കാൻ വരിക. ഞാനങ്ങാണെങ്കിൽ പേടിച്ച് എന്നാൽ രാത്രി. പിന്നെ നിന്നെ വന്ന് വിളിച്ചിട്ട് എന്തിനാ? നീ ഓഫീസിൽ ജോലിയും കഴിഞ്ഞ് രാത്രി കിടന്ന് ഉറങ്ങുന്നില്ല, വിളിച്ചിട്ട് എന്തിനാന്ന് വിചാരിച്ചാൽ നിന്നെ വിളിക്കാനത്. ഏത് എരണം കെട്ട നേരത്താണോ ഈ ആശുപത്രിയിൽ കെട്ടിയെടുക്കാൻ തോന്നിയെന്ന് ഞാൻ ആലോചിക്കുന്നു. അതിനി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ചെറിയൊരു തളർച്ച തോന്നിയല്ലേ അച്ഛന്. അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പേടിപ്പിച്ച് ഇങ്ങോട്ട് കയറ്റി. ഇവരാണെങ്കിലോ പെട്ടെന്ന് തന്നെ ICUവിലും കയറ്റി. ICU കിടക്കാൻ തുടങ്ങിയിട്ട് തന്നെ 3 ദിവസമായി. ഒരു ദിവസം തന്നെ എത്ര വാടകയെന്നറിയാവും. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? അച്ഛനെ കയറി അമ്മ കണ്ടോ? ഇന്നലെ ഞാൻ കണ്ടപ്പോൾ അച്ഛന് ഒരു കുഴപ്പമില്ലടാ, നല്ല ഉഷാറായിട്ടിരിക്കുന്നത്. അച്ഛനാണെങ്കിൽ നമ്മളെ കാണാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. പിന്നെ ഒന്നാമത് ICUവിൽ എപ്പോഴും ഇങ്ങനെ കിടക്കല്ലോ, എണീറ്റ് നടക്കാൻ പോലും പറ്റണില്ല. അതിൻ്റെ വിഷമമുണ്ട് അച്ഛന്. എന്ത് ചെയ്യാനാ? ഇന്നോട് അമ്മ ഡോക്ടറെ കാണുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്ക് ഡിസ്ചാർജിൻ്റെ കാര്യം. ഇന്നോട് കിട്ടില്ലെങ്കിൽ നാളെ ഇവിടെ വരുമ്പോൾ ഞാൻ എന്തായാലും പ്രശ്നം ഉണ്ടാക്കും. നീ വിഷമിക്കാതിരിക്കടാ, ഞാനൊന്ന് ചോദിക്കാം. ഇന്ന് അമ്മ ചോറും കറിയും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തട്ടിക്കുട്ടി ഉണ്ടാക്കിയതാ. അമ്മ കഴിക്ക്, വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഒന്നും കുഴപ്പമില്ലടാ, നീ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. എടാ വീടൊക്കെ പൊടി പിടിച്ച് കാണുമല്ലേ? മുറ്റമൊക്കെ കരിയിലേ കയറി കാണും. 2 ദിവസമായിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല അമ്മേ. ഇന്ന് രാവിലെ ഓടിച്ചെന്ന് ഞാൻ അവിടെയെല്ലാം വൃത്തിയാക്കി. ഇന്നെങ്ങാനും ഡിസ്ചാർജ് അച്ഛൻ വന്നാൽ അവിടെയെല്ലാം വൃത്തിയായി കിടക്കുമല്ലോ. പാവം എൻ്റെ മോൻ ഒത്തിരി കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടല്ലേ. അതൊന്നും സാരമില്ല അമ്മേ. എനിക്കാണെങ്കിൽ വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങാം. അമ്മയുടെ അവസ്ഥ അതാണോ? അമ്മ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഈ ICUവിൻ്റെ മുന്നിൽ കുത്തിയിരിക്കുകയല്ലേ. റൂം എടുക്കാമെന്ന് പറഞ്ഞാൽ അമ്മ സമ്മതിക്കത്തില്ല. അതൊന്നും കുഴപ്പമില്ലടാ. ആശുപത്രി ചിലവ്, ICUവിൻ്റെ വാടക എല്ലാം കൂടെ നല്ലൊരു ബില്ലാവും ഇവിടുന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ. ഇതെല്ലാം നീ ഒറ്റയ്ക്ക് കൊടുക്കണ്ടേ? പിന്നെ ഞാനായിട്ടൊരു റൂമിൻ്റെ വാടകയും കൂടെ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ. ഇത് കുഴപ്പമില്ലടാ, ഇവിടെ സുഖം. ഇവിടെ ഒത്തിരി പേര് ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ICUവിൻ്റെ ഫ്രണ്ടിൽ. ഞാൻ ഇറങ്ങട്ടെ അമ്മേ. പൈസ ഉണ്ടോ കയ്യിൽ? എന്തെങ്കിലും വേണോ? ഇല്ല മോനെ, നീ തന്ന പൈസയുണ്ട്. നീ ഒരു ആവശ്യമില്ല, നീ പോയിക്കോ. എന്നാൽ ശരി അമ്മേ, ഞാൻ ഓഫീസിൽ പോട്ടെ. ഇനിയും ലേറ്റ് ആയാൽ ശരിയാവില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അക്കൗണ്ടിലോട്ട് പൈസ അയക്കാവേ. അമ്മ സമയത്തിന് ഭക്ഷണം കഴിക്കും. വൈകുന്നേരം വരാം ഞാൻ. എന്തൊരു ചൂടാണല്ലേ. ആരെ കിടക്കണ ഇവിടെ? എൻ്റെ ഭർത്താവ് ICUവിൽ കിടക്കണത്. ചെറിയൊരു തളർച്ച വന്നിട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ 3 ദിവസമായി. ആണോ? എങ്ങനെയുണ്ട് ഇപ്പോൾ? വലിയ കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നുള്ളൂ കൊണ്ടുവന്ന ദിവസത്തെ. പിന്നെ തൊട്ട് കയറി കാണുമ്പോൾ ഒന്നും വലിയ കുഴപ്പമില്ല, നല്ല ഉഷാറായിട്ടൊക്കെ കിടക്കണത്. എൻ്റെ മോളെ, എന്നാൽ ഇവിടെ തട്ടിപ്പല്ലിയാണ്. ഞാൻ പറയട്ടെ, എൻ്റെ മോളുടെ മോള് ഇവിടെയാണ് പ്രസവിച്ചത്. കുട്ടിയുണ്ടായപ്പോൾ ചെറുതായിട്ടൊരു മഞ്ഞ നിറമൊക്കെ ഉണ്ടായിരുന്നു. അവരന്ന് NICUവിലോട്ട് അങ്ങോട്ട് കയറ്റി. പിന്നെ ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞെന്നറിയാം കുട്ടീനെ ഇങ്ങോട്ട് പുറത്തോട്ട് ഇറക്കിയത്. എത്ര പൈസ ചിലവായെന്നറിയാം. ഇതുപോലൊരു തട്ടിപ്പ് പിടിച്ചൊരു ആശുപത്രി ഉണ്ടല്ലോ. ആണോ? എൻ്റെ ദൈവമേ, ഞങ്ങളും വന്ന് പെട്ടുപോയതാ. അപ്പത്തെ ആ ഒരു വെപ്രാളത്തിലൊക്കെ കൊണ്ടുവന്നതാണ്. പക്ഷെ ഇപ്പം ആരോഗ്യം പേടിയാവുക. ഡിസ്ചാർജ് ആകുമ്പോൾ എന്ത് ബില്ലാവുക എന്തോ. നല്ലൊരു പൈസ എന്തായാലും പ്രതീക്ഷിച്ചോ. അല്ല അമ്മയുടെ ആരാ ഇവിടെ കിടക്കണേ?
ഞാനൊരാളെ കാണാൻ വന്നതാണ്. എൻ്റെ അയൽക്കാരി ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് തൊട്ടപ്പുറത്തുള്ള വീട്. അവൾ ടെറസിൻ്റെ മുകളിൽ ഒന്ന് കാല് സ്ലിപ്പായതാണ്. ചെറുതായിട്ടൊന്ന് കാല് ചിഹ്നലേ ഉള്ളൂ എന്ന് പറഞ്ഞാണ്. പക്ഷെ ഇപ്പം എന്ന് പറയുന്നു പ്ലാസ്റ്ററൊക്കെ കിട്ടുന്നു. അപ്പം അയൽക്കാരി ഇങ്ങനെ വയ്യാണ്ട് കിടക്കുമ്പോൾ കാണാൻ വന്നത് ഇത് മോശമല്ലേ? അതുകൊണ്ട് വന്നേന്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അറിയണത് അവരെന്തോ സ്കാനിങ് ഒന്നും പറഞ്ഞ് അടയ്ക്കാണ്ട് കൊണ്ടുപോയിക്കണം. അപ്പം പിന്നെ ഞാൻ ആ മുറിയിൽ ഇരിക്കണ്ടല്ലോ എന്ന് ചോദിച്ച് പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോഴാണ് മോളെ കണ്ടത്. എന്താണ് മോളെ, വല്ല ഭക്ഷണം കഴിച്ചാ? രാവിലെ ഒരു ചായ കുടിച്ചു. പിന്നെ ഈ ആശുപത്രി ആയതുകൊണ്ട് എവിടെ ഒന്നും കഴിക്കാൻ പറ്റണില്ല. അത് ശരിയാണ്, ഒരുമാതിരി മണമാണ് ഈ ആശുപത്രിയിലൊക്കെ അല്ലേ? അല്ല, വീട്ടിലാരൊക്കെ ഉണ്ട്? ഒരു മോന്. മോളെ കെട്ടിച്ച് വിട്ടു, ഗൾഫിലാണ്. അവർ കുടുംബമായിട്ട് അവിടെ തന്നെയാണ്. ഒരു കുഞ്ഞു കുട്ടിയുണ്ട്, 1.5 വയസ്സായിട്ടുള്ളൂ. അവളവിടെ തന്നെ. മോൻ പിന്നെ ഇവിടെ അടുത്തൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുക. അവർ പിള്ളേർ പറഞ്ഞാണ് ഇവിടെ ഇങ്ങനെ ഈ ഐസിയുൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കേണ്ട, ഒരു റൂം എടുക്കാം. പിന്നെ പിള്ളേരല്ലേ ഈ ആശുപത്രി ചിലവും കാര്യങ്ങളൊക്കെ നോക്കണം. അവരെ ബുദ്ധിമുട്ടിക്കുന്നതിന് എനിക്ക് തീരെ താല്പര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാനിവിടെ ഇരുന്നോളൂ, എനിക്ക് ഒരു കുഴപ്പമില്ല, ഇവിടെ ഒത്തിരി പേര് ഇരിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഞാനങ്ങനെ പറഞ്ഞു. അത് ശരിയാണ്, മക്കളാണെങ്കിലും ബുദ്ധിമുട്ടിപ്പിക്കണതിന് ഒരു പരിധിയില്ലേ അല്ലേ? വാസുദേവന്റെ ബൈസ്റ്റാൻഡറോടെ. ഞാനവിടെ എൻ്റെ സിസ്റ്ററെ റിസപ്ഷനിലേ 2 ബ്ലഡ് ടെസ്റ്റിന്റെ ബില്ല് വന്നിട്ടുണ്ട്. അത് വേഗം ഒന്ന് പോയിട്ട് പേയ്മെന്റ് ചെയ്യണം കേട്ടോ. ചെയ്യാം. ഇപ്പൊ തന്നെ പോയി ചെയ്യണം. സമയം വൈകിയ പിന്നെ ടെസ്റ്റ് വൈകും. പിന്നെ ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ ഇല്ല, ഞാനിപ്പോൾ തന്നെ പോവാ. ഓ, ആ പെണ്ണ് എന്ത് ദേഷ്യാണ്. നേഴ്സാണെന്ന് പറഞ്ഞ് ഇങ്ങനെയാണ്. എല്ലാം മെനക്കെട്ട സാധനം. നമ്മൾ പൈസ കൊടുത്തില്ല ഇവിടെ കിടക്കണത്. അവരുടെ അടുത്ത് താഴ്ന്നു നിന്നില്ലേ ശരിയാവില്ലല്ലോ. നമ്മുടെ ആൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുകയല്ലേ. നമ്മുടെ ആവശ്യമായി പോയില്ലേ. ഞാൻ എന്നാൽ പിന്നെ പോയി ബില്ല് അടക്കട്ടെ കേട്ടോ. എവിടെയെങ്കിലും വെച്ച് കാണാം. ശരി, ഞാനൊക്കെ ടെൻഷൻ അടിക്കാനൊന്നും ഇല്ലത്. ഞാൻ ഉള്ളിൽ കയറി കാണാൻ പറ്റുകയാണെങ്കിൽ ഞാൻ നഴ്സുമാരോട് ചോദിച്ചിട്ട് ഞാൻ വീഡിയോ കോൾ ചെയ്യാവണമെന്ന്. അപ്പം ഞാൻ അച്ഛനെ കാണിച്ചു തരാം കേട്ടോ. ശരി എന്നാ. ആരാ ആശുപത്രി കിടക്കണ? ഭർത്താവാണോ? അല്ല. അമ്മയാണോ? അച്ഛനോ? അങ്ങനെ ആരെങ്കിലും? അല്ല. പിന്നെ ആരാ കിടക്കണേ? അത് പിന്നെ ഞാനിവിടെ ബൈസ്റ്റാൻഡർ ജോലിക്ക് വന്നതാണ്. അതെന്നാ ജോലിയാ? അങ്ങനെ ഒന്നുണ്ട്. അതായത് ആശുപത്രിയിൽ കൂടെ നിൽക്കാൻ ആളില്ലാത്തവർക്ക് കൂട്ടിയിരിപ്പുകാരായിട്ട് നിൽക്കുന്നൊരു ജോലി. ശമ്പളമൊക്കെ ഉണ്ട്. ഓ, ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലേ. നല്ലതാ. ആരും ഇല്ലാത്തവർക്ക് ഒരു ആശ്രയമാകുമല്ലോ. നല്ല ജോലി, കേട്ടിടത്തോളം കൊള്ളാം. പിന്നല്ലാണ്ട് ഞാൻ ഏകദേശം ഒരു വർഷത്തോളമായി ഈ ജോലി തുടങ്ങിയിട്ട്. ഒരു 9-10 സ്ഥലത്ത് നിന്നിട്ടുണ്ട് ബൈസ്റ്റാൻഡറായിട്ട്. ഇവിടെ ഇപ്പോൾ ഒരു അമ്മച്ചി കിടക്കുന്നുണ്ട്. അമ്മച്ചി സ്ട്രോക്ക് വന്നതാണ്. അപ്പോൾ കൂടെ നിൽക്കാൻ ആളില്ല. അമ്മച്ചിയുടെ മക്കളൊക്കെ അങ്ങ് അമേരിക്കയിലാണ്. അപ്പോൾ അങ്ങനെ ആരും അമ്മച്ചിയുടെ കൂടെ നിൽക്കാൻ ആളില്ലാത്തതുകൊണ്ട് അവരുടെ മക്കളാണ് ഞങ്ങളുടെ ഏജൻസി ആയിട്ട് കോണ്ടാക്ട് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. നല്ല ജോലി. ജോലിയൊക്കെ നല്ലതാ. പക്ഷെ ഈ പൈസ തന്നിട്ടാണല്ലോ നമ്മളെ നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ രോഗികൾക്കൊക്കെ നല്ല അഹങ്കാരമായിരിക്കും. ആട്ടും തുപ്പും ഒക്കെ സഹിച്ച് അവരുടെ ചീത്തയൊക്കെ കേട്ടാൽ നിൽക്കുന്നത്. നല്ല ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ എല്ലാ ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടല്ലോ. അതെങ്ങനെയൊക്കെയാ. അതെ. ഒരു കോൾ വരുന്നത്. ഹലോ, ഞാനൊന്ന് റൂമിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയതാ. ഇപ്പോൾ കാണിച്ചു തരാം അമ്മച്ചിയെ വീഡിയോ കോൾ ചെയ്ത്. ഓക്കെ, ശരി. അമ്മച്ചിയുടെ മക്കൾ വിളിക്കുന്നതാണ്. ഞാനൊന്ന് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ. ശരിയാണ്. സിസ്റ്ററെ, അതെ, 2 ദിവസം മുന്നേ ഇവിടെ ഈ ഐസിയുവിൻ്റെ ഫ്രണ്ടില്ലേ ഒരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നില്ലേ? ഭർത്താവ് അവിടെ ഐസിയുയിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരെ 2 ദിവസം മുന്നേ കണ്ടാണ്. അവരവിടെ ഡിസ്ചാർജ് ആയിപ്പോയാ? ആളുടെ ഇതൊക്കെ മാറിയിട്ടുണ്ടാവില്ലേ? അവർ പോയി. ICUയിൽ കിടന്ന പേഷ്യൻ്റ് ഇന്നലെ മരിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു. അയ്യോ, എന്ത് പറ്റിയതാണ്? കുറഞ്ഞ നാളിലാന്ന് പറഞ്ഞ്. ഒരുവിധം എല്ലാം കുറഞ്ഞായിരുന്നു. പിന്നെ പെട്ടെന്ന് അറ്റാക്ക് വന്നാണ്. ഡോക്ടർമാർ കുറേ ശ്രമിച്ചു, പക്ഷെ ആള് പോയി.